നമസ്കാരം. സിൽവർ ലൈൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, റെയിൽവേ ഇപ്പോഴും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. എങ്കിൽ ആരുമായാണ് റെയിൽവേ ചർച്ച നടത്തുന്നത്? റെയിൽവേ നടത്തുന്നത് ഉഭയകക്ഷി ചർച്ചയല്ല, ആഭ്യന്തര ചർച്ചയാണ്. കെ റെയിൽ എന്ന കമ്പനിയിൽ 49% ഓഹരി ഉടമസ്ഥത റെയിൽവേക്കാണ്, 51% സംസ്ഥാന സർക്കാരിനും. ആ കമ്പനിയാണ് സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന സർക്കാരിനും റെയിൽവേക്കും കൂട്ടുത്തരവാദിത്തമാണ്. ഇപ്പോൾ നടക്കുന്നത് ആ കമ്പനിയിലെ ഓഹരി ഉടമകൾ തമ്മിലുള്ള ആശയവിനിമയമാണ്. റെയിൽവേ ബ്രോഡ്ഗേജ് ആക്കി പദ്ധതി മാറ്റാൻ ആവശ്യപ്പെട്ടു എന്നത് ശരിയോ? ആവശ്യപ്പെട്ടു എന്ന് മാത്രമല്ല, മാറ്റാൻ കഴിയില്ല എന്ന് 51% ഓഹരിയുള്ള സംസ്ഥാനം നിലപാടെടുക്കുകയും ചെയ്തു. അതോടൊപ്പം റെയിൽവേ നിർദ്ദേശിക്കുന്ന മറ്റു മാറ്റങ്ങൾ വരുത്താൻ ഇ ശ്രീധരന്റെ ഉപദേശം തേടാനും കെ റെയിൽ തീരുമാനിച്ചു. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. സിൽവർ ലൈൻ വീണ്ടും ട്രാക്കിലോ? റെയിൽവേ കെ റെയിലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അക്കമിട്ട് ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. സ്റ്റാൻഡേർഡ് ഗേജിൽ നിന്ന് ബ്രോഡ് ഗേജിലേക്ക് മാറുക, ലൈനിനെ നിലവിലുള്ള ലൈനുകളുമായി വിവിധയിടങ്ങളിൽ ബന്ധിപ്പിക്കുക, പാളങ്ങളുടെ ഗ്രേഡിയന്റ് പരിഷ്കരിക്കുക, സുരക്ഷാ സംവിധാനമായ കാവാച്ച് ഏർപ്പെടുത്തുക, 2x25 കിലോവാട്ട് ഇലക്ട്രിഫിക്കേഷൻ നടത്തുക, അഴുക്കുചാലുകൾ കുറ്റമറ്റത് ആക്കുക, നിർമ്മാണം ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കുക. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കേട്ടാൽ എന്താണ് മനസ്സിലാവുക? പദ്ധതി നടപ്പാക്കാൻ തയ്യാറാണ്, അതിന് ഈ മാറ്റങ്ങൾ വരുത്തണം എന്ന് മാത്രമാണ്. ഈ നിർദ്ദേശങ്ങളിൽ 2 മാത്രമാണ് കെ റെയിൽ റെയിൽവേയുമായി വിയോജിക്കുന്നത്. ബ്രോഡ്ഗേജിലേക്ക് മാറ്റാൻ സാധിക്കില്ല എന്നതാണ് സംസ്ഥാന നിലപാട്. രണ്ടാമത്തേത് നിലവിലെ ലൈനുകളുമായും ബന്ധിപ്പിക്കാൻ കഴിയില്ല എന്നതും. ഇത് രണ്ടും മാറ്റി നിർത്തിയാൽ പിന്നെയുള്ളതെല്ലാം ചർച്ചകളിലൂടെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ്. പദ്ധതി നടപ്പാക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കാൻ തയ്യാറാണെന്ന സൂചനയാണ് റെയിൽവേ കെ റെയിൽ കമ്പനിക്ക് അയച്ചിരിക്കുന്ന കത്തിലുള്ളത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് മന്ത്രി വി അബ്ദുറഹ്മാൻ നിയമസഭയിൽ കഴിഞ്ഞ ആഴ്ച നൽകിയ മറുപടിയുണ്ട്. അതിൽ പറയുന്നത് 2024 ഒക്ടോബർ 16 മുഖ്യമന്ത്രി റെയിൽവേ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ കേന്ദ്രം പദ്ധതിക്ക് എതിരല്ല എന്ന് അറിയിച്ചു എന്നാണ്. മുന്നൊരുക്കങ്ങൾ നടത്താൻ റെയിൽവേ നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നു. ഇപ്പോൾ റെയിൽവേ ബോർഡിന്റെ മുന്നിലാണ് പദ്ധതി. തള്ളുകയോ കൊള്ളുകയോ ചെയ്ത് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. റെയിൽവേ ഇതുവരെ പദ്ധതിയോട് എതിർപ്പറിയിച്ചിട്ടുമില്ല. റെയിൽവേ ആവശ്യപ്പെടുന്നത് ബ്രോഡ്ഗേജിൽ നടപ്പാക്കണം എന്നാണ്. സാധാരണ ട്രെയിൻ ഓടുന്ന ആ രീതിയിൽ ചെയ്താൽ ഒട്ടും അധിക വേഗം കിട്ടില്ല എന്നാണ് സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നം. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഉൾപ്പെടെ രാജ്യത്ത് നടപ്പാക്കുന്ന അതിവേഗവും മിതവേഗവുമായ പദ്ധതികളെല്ലാം സ്റ്റാൻഡേർഡ് ഗേജിലാണ്. അതിനാൽ സിൽവർ ലൈനും സ്റ്റാൻഡേർഡ് ഗേജിൽ നടപ്പാക്കും എന്നാണ് സംസ്ഥാന നിലപാട്. ഇതല്ലാതെ റെയിൽവേയുമായി മറ്റു ഭിന്നതകൾ ഒന്നുമില്ലേ? റെയിൽവേയുമായി അടുത്ത അഭിപ്രായ ഭിന്നത സ്ഥലം ഏറ്റെടുക്കുന്നതിലാണ്. റെയിൽവേയുടെ 108 ഹെക്ടർ സ്ഥലമാണ് ഇപ്പോഴത്തെ അലൈൻമെന്റിൽ ആവശ്യം വരുന്നത്. ഇത് വിട്ടുകൊടുക്കാൻ റെയിൽവേ തയ്യാറല്ല. അഥവാ വിട്ടുകൊടുത്താൽ അത് ബ്രോഡ് ഗേജിൽ വേണമെന്ന് റെയിൽവേ ആവശ്യപ്പെടുന്നു. റെയിൽവേയുടെ മറ്റു ട്രെയിനുകൾ കൂടി ഓടിക്കാവുന്ന സംവിധാനം എന്ന നിലയിലാണ് ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. റെയിൽവേയുടെ സ്ഥലം ഒഴിവാക്കിയാൽ രണ്ടുണ്ട് പ്രശ്നം. കൂടുതൽ സ്വകാര്യ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. അത് വെല്ലുവിളി ഇരട്ടിയാക്കും. അതിനൊപ്പം തന്നെ സംസ്ഥാനം കൂടുതൽ പണം കണ്ടെത്തേണ്ടിയും വരും. നിലവിലെ വിശദ പദ്ധതി രേഖ അഥവാ DPR അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടത് 11,837 കോടി രൂപയാണ്. ഈ തുക സംസ്ഥാനമാണ് കണ്ടെത്തേണ്ടത്. അതിനൊപ്പം 108 ഹെക്ടർ സ്ഥലം കൂടി ഏറ്റെടുക്കേണ്ട സ്ഥിതി വരും. മറ്റൊരു 5000 കോടിയിലേറെ അതിന് മാത്രം കണ്ടെത്തേണ്ടിയും വരും. നിലവിലെ പദ്ധതി രേഖ അനുസരിച്ച് റെയിൽവേക്കും കേരളത്തിനും കേന്ദ്രത്തിനും മുതൽ മുടക്കുണ്ട്. പദ്ധതിക്ക് വേണ്ടത് 66,941 കോടി രൂപ. ഇതിൽ റെയിൽവേയുടെ 3,125 കോടി, സംസ്ഥാന സർക്കാരിന്റെ 3,252 കോടി. ഇതിനു പുറമെ പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപമായി 4,252 കോടിയും സമാഹരിക്കുന്നു. ഇതോടൊപ്പം 33,700 കോടി രൂപയുടെ രാജ്യാന്തര വായ്പ. റെയിൽവേയുടെ നിക്ഷേപം സ്ഥലവിലയായാണ് കണക്കാക്കിയിരിക്കുന്നത്.
സ്ഥലം വിട്ടുകൊടുക്കുന്നത് കുറഞ്ഞാൽ റെയിൽവേയുടെ നിക്ഷേപവും കുറയും. ഇതുകൂടാതെ വിവിധ നികുതി ഇളവുകൾ വഴി കേന്ദ്ര സർക്കാർ 3189 കോടി രൂപയും സംസ്ഥാന സർക്കാർ 2896 കോടിയും മുതൽ മുടക്കും. സ്ഥലം ഏറ്റെടുക്കാനുള്ള 11,837 കോടി രൂപയും സംസ്ഥാനം മുടക്കും. താൽപ്പര്യമുള്ള ഭൂവുടമകൾക്ക് വില പിന്നീട് വിതരണം ചെയ്യുന്ന ഡെഫേർഡ് സ്കീം വഴി 1525 കോടിയും കണ്ടെത്താൻ പദ്ധതി ലക്ഷ്യമിടുന്നു. വായ്പയ്ക്ക് നിർമ്മാണഘട്ടത്തിൽ വേണ്ടിവരുന്ന പലിശയായ 164 കോടി രൂപയും നൽകേണ്ടത് സംസ്ഥാനമാണ്. സിൽവർ ലൈനിന് പരിഷ്കരിച്ച DPR വരും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ദക്ഷിണ റെയിൽവേയാണ് പുതിയ DPR തയ്യാറാക്കാൻ റെയിലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ സിൽവർ ലൈൻ അട്ടത്തല്ല, ട്രാക്കിൽ തന്നെ ഗ്രീൻ ലൈറ്റ് കാത്തു നിൽക്കുകയാണ്. മഞ്ഞക്കുറ്റികളുടെ കാലം കഴിഞ്ഞിട്ടില്ല എന്നോർമ്മിപ്പിച്ച് സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.